നമസ്കാരം. കോഴിക്കോട് പന്തീരങ്കാവിൽ ഇസാഫ് ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ കേസിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പണം തട്ടിയെടുത്ത പന്തീരങ്കാവ് പള്ളിപ്പുറം സ്വദേശിയായ ഷിബിൻ ലാലിന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അക്ഷയ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇസാഫ് ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ജീവനക്കാർ ഈ പണം അക്ഷയ ബാങ്കിൽ നൽകാൻ കൊണ്ടുപോകുന്ന വഴിയാണ് ഇയാൾ ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്ത് കടന്നു കളയുന്നത്. ഇയാൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട സ്കൂട്ടർ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പന്തീരങ്കാവ് ഷിബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഷെഡിൽ നിന്നാണ് ഈ സ്കൂട്ടർ പോലീസ് കണ്ടെടുത്തത്. ഈ സ്കൂട്ടറാണ് കവർച്ചയ്ക്കായി ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. പണം കൊണ്ടുപോയ 8 ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. 4 ദിവസം മുൻപാണ് ഷിബിൻ ലാൽ സ്വർണ്ണപ്പണയം മാറ്റിവെക്കുന്നതിനായി ബാങ്കിൽ എത്തിയതെന്നാണ് ഇസാഫ് ജീവനക്കാർ പറയുന്നത്. ഇയാൾ സ്വർണ്ണപ്പണയം വെച്ചിരിക്കുന്ന അക്ഷയ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പലിശ കൂടുതലാണെന്നും അതുകൊണ്ട് മാറ്റിവെക്കണമെന്നുമാണ് ഇയാൾ ബാങ്കിൽ അറിയിച്ചത്. തുടർന്ന് ഇസാഫിൽ നിന്ന് ജീവനക്കാർ ഷിബിൻ ലാലിന്റെ വീട്ടിലെത്തി വെരിഫിക്കേഷൻ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. ഷിബിൻ ലാലിന്റെയും ഭാര്യയുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടും തുടങ്ങി. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇസാഫ് ജീവനക്കാർ പണവുമായി സഹകരണ ബാങ്കിലേക്ക് പോയത്. സാധാരണ നിലയിൽ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ 2 ജീവനക്കാർ ഒപ്പം പോകണമെന്നാണ് ചട്ടം. ഇതനുസരിച്ച് 40 ലക്ഷം രൂപയാണ് ഷിബിൻ ലാലിന് വേണ്ടി ഇവർ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ 8 ജീവനക്കാരാണ് ഇയാളോടൊപ്പം ഉണ്ടായിരുന്നത്. ജീവനക്കാർ കാറിലും ഷിബിൻ ലാൽ ബൈക്കിലുമായാണ് ബാങ്കിലെത്തിയത്. തുടർന്ന് പന്തീരങ്കാവ് മണക്കടവിന് മുന്നിലെ അക്ഷയ ഫിനാൻസിന് മുന്നിൽ കാർ നിർത്തുകയും ചെയ്തു. കാറിൽ നിന്നിറങ്ങിയ ജീവനക്കാർ പണം പുറത്തെടുത്തപ്പോഴാണ് ഷിബിൻ ലാൽ ഈ പണവും തട്ടിപ്പറിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ബാങ്ക് ജീവനക്കാരനായ അരവിന്ദനിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയെടുക്കുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ തട്ടിപ്പറിച്ചോടിയത് അരവിന്ദനല്ലാതെ മറ്റാരും കണ്ടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ സംശയങ്ങൾ അനവധിയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. 8 ജീവനക്കാർ കൂടെ ഉണ്ടായിരുന്നിട്ടും പട്ടാപ്പകൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടും അരവിന്ദനല്ലാതെ മറ്റ് 7 പേരും ഇത് കണ്ടില്ലെന്ന് പറയുന്നതും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസുകാർ തീരുമാനമെടുത്തത്. വളരെയധികം ആൾത്തിരക്കുള്ള സ്ഥലത്തായിരുന്നു ഈ സംഭവം നടന്നത്. 8 പേരുണ്ടായിട്ടും ഇത് തടയാൻ കഴിഞ്ഞില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുക തന്നെയാണ്. ഒരു ചെറുകിട സ്ഥാപനം മാത്രമാണ് അക്ഷയ എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം. അങ്ങനെ ഒരു സ്ഥാപനം ഇത്രയും വലിയൊരു തുക വായ്പ കൊടുക്കുമോ എന്നുള്ളതും സംശയമാണ്. ഇതുപോലും അന്വേഷിക്കാതെയാണ് ജീവനക്കാർ ഇടപാടിന് ഇറങ്ങിയത്. കൂടാതെ ഇത്രയും വലിയൊരു പണം അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാതെ നേരിട്ട് കൊണ്ടുപോയത് എന്തിനെന്നും ചോദ്യങ്ങൾ ഉയരുകയാണ്. ഷിബിൻ ലാൽ 38 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായി 3 ബാങ്ക് ജീവനക്കാരും ഇവിടെ എത്തിയിരുന്നതായി അക്ഷയ ഫിനാൻസ് മാനേജർ പോലീസിന് മൊഴി നൽകിയിരുന്നു. പരമാവധി 1.5 ലക്ഷം രൂപയെ ഇവർ വായ്പ നൽകാറുള്ളൂ എന്നാണ് മറുപടി പറഞ്ഞത്. ഇത് കേട്ടതിനു ശേഷമാണ് ഇസാഫിലെ ജീവനക്കാർ തിരികെ പോയത്. കൂടാതെ ഈ ജീവനക്കാരുടെ കയ്യിൽ അക്ഷയയുടെ വ്യാജ വായ്പാ കാർഡും ഉണ്ടായിരുന്നു. ഈ കാർഡിൽ അക്ഷയയുടെ എംബ്ലവും ഇല്ലായിരുന്നു. ഈ കാർഡ് ഷിബിൻ ലാൽ വ്യാജമായി ഉണ്ടാക്കിയതായാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത്. ഈ കാർഡ് വെച്ചാണ് ഇയാൾ ബാങ്കിനെ കബളിപ്പിച്ചത്. 4 വർഷം മുമ്പ് മാത്രമാണ് ഇയാൾ അക്ഷയയിൽ അവസാനമായി എത്തിയതെന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത്. 5000-വും 10,000-വും രൂപയുടെ ചെറിയ ഇടപാട് മാത്രമാണ് ഇയാൾ ഇവിടെ നടത്തിയത്. അതിനിടെ ഇയാൾ ഇതേ ആവശ്യവുമായി മറ്റു 3 ബാങ്കുകളെ കൂടി സമീപിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പന്തീരങ്കാവ് പോലീസ് വിവിധ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയുടെ ദൃശ്യങ്ങളും ഫോട്ടോയും പോലീസ് പുറത്തുവിട്ടിട്ടുമുണ്ട്. ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ MM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.